നമസ്തേ. നമ്മുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് സ്ട്രെസ് റിലീഫ് അല്ലെങ്കിൽ ടെൻഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് യോഗയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ബേസിക് ലെവലിലുള്ള കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും റെഗുലറായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്തു പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ലൈഫിലെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ടെൻഷൻ വരാറുണ്ട് അല്ലേ? ലൈഫിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം കൊണ്ട്, സിറ്റുവേഷൻസിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട്. ഇനി ഒന്നുമില്ലെങ്കിലും ഓവർ തിങ്കിങ് ഒരുപാടുള്ള ഉള്ളതും അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് അതുകൊണ്ട് അനുഭവിക്കുന്നതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഒരു കാര്യവുമില്ലാതെ തന്നെ ഒരുപാട് ചിന്തകൾ കടന്നു വരുന്നു. ടെൻഷനും കൊണ്ട് ഭയങ്കരമായ മാനസിക ബുദ്ധിമുട്ട് അല്ലേ? അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ശരിയായ ഉറക്കം ഉണ്ടാവില്ല, ഡൈജഷൻ കറക്റ്റ് ആയിരിക്കില്ല, പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെയൊക്കെ ഒരു പരിഹാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റെഗുലറായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ നിലവിലുള്ള നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിന് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റിയാണ്. എല്ലാ ദിവസവും നമ്മൾ എന്താണോ ചെയ്യാൻ നോക്കുന്നത് അത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ദിവസവും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിലവിലുള്ള അവസ്ഥയിൽ നിന്നും വലിയൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് എത്ര നാളെന്ന് പറഞ്ഞാൽ നിങ്ങളത് എത്രത്തോളം ആത്മാർത്ഥമായി ദിവസവും ഫോളോ ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ ടെൻഷൻ മാറുന്നതിന് വേണ്ടി മാത്രം ഒരു കാര്യം അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ. കുറേ ആളുകൾ അങ്ങനെ ചോദിക്കാറുണ്ട്. കാരണം ടെൻഷനാണ്, ഭയങ്കരം ഓവർ തിങ്കിങ് ആണ്, അത് മാറാൻ വേണ്ടി മാത്രം എന്തെങ്കിലും കാര്യമുണ്ടോ? സെപ്പറേറ്റഡ് അല്ല, എല്ലാം കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ശരിക്കും വരുന്നത്. അതാണ് ഒരു ശരിയായ രീതി. ഒരു ചോറിൻ്റെ കൂടെ കറികളെല്ലാം കൂടി കൂട്ടി കഴിക്കുമ്പോഴാണ് അതൊരു സദ്യയാവുന്നത് പറയുന്നത് പോലെ, നമ്മൾ യോഗ, ആസനാസ്, പ്രാണായാമം, മെഡിറ്റേഷൻ ഒന്നൊന്നിനോട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഒന്നിൽ നിന്നും ഒന്നിലേക്കുള്ളൊരു സ്റ്റെപ്പാണ് അടുത്തതെന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ അതിന് മുൻപിലുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് അടുത്തതിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഡയറക്റ്റായിട്ട് ഒരു കാര്യത്തിലേക്ക് പോയിട്ട് വലിയൊരു മാറ്റം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ പല കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രാണായാമത്തിൻ്റെ കാര്യങ്ങളുണ്ട്, അതുകൂടാതെ ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കണം, അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വാമപ്പോ അല്ലെങ്കിൽ ഒരു ബിഗിനർ ലെവലിലുള്ള കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് നോക്കുന്നില്ല. ഒരു ചെറിയൊരു വാമപ്പിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ ദിവസവും പ്രാക്ടീസ് ചെയ്യാം. ഞാനൊരു ബിഗിനറിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒന്നും അറിയാതെ ആദ്യമായിട്ട് ജോയിൻ ചെയ്യാൻ വരുന്ന ആളുകളെ ഉദ്ദേശിച്ച് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്കൊരു വാമപ്പിന് ശേഷം വളരെ കാമായിരുന്നുകൊണ്ടൊരു കാര്യം ചെയ്യാം. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ആ ഒരു കാര്യം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഓവർ തിങ്കിങ് ഉള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഒരു പഞ്ച്വലായിട്ടുള്ളൊരു കാര്യം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ പതുക്കെ പതുക്കെ നമുക്ക് ശരിയാക്കി എടുക്കാൻ സാധിക്കും. രാവിലെയുള്ള ഒരു സമയം തിരഞ്ഞെടുക്കുക, റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക, തീർച്ചയായിട്ടും ബെനിഫിറ്റ് ഉണ്ടാക്കും. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാപ്പി ഹോർമോൺസിൻ്റെ ലെവൽ വർദ്ധിപ്പിക്കുന്നതിന്, നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കുന്നതിനും മനസ്സൊന്ന് ഫ്രീ ആക്കി വെക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കും. ഇവ നമ്മൾ ഏതൊരു കാര്യം എടുക്കുകയാണെങ്കിൽ പോലും നമ്മുടെ മനസ്സ് കാമായി അല്ലെങ്കിൽ റിലാക്സ് ആയിരുന്നാൽ മാത്രമാണ് നമുക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ? 100 കൂട്ടം കാര്യങ്ങളും 100 ചിന്തയും കൊണ്ട് നമുക്ക് ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും അവിടെ സംഭവിക്കില്ല. എല്ലാത്തിലൂടെയും നമ്മളൊന്ന് കടന്നു പോകും, ഒരു ഡെവലപ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നിവർന്നിരിക്കുക, കണ്ണുകൾ അടച്ചു വെക്കുക, ഏറ്റവും കംഫർട്ടായിട്ട് സ്പൈൻ സ്ട്രെയിറ്റ് ആക്കി വെച്ച് ഹെഡ് നേരെ വെച്ച് നല്ലൊരു പുഞ്ചിരിയോടുകൂടി അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, സാവധാനം പുറത്തേക്ക് വിടാം. വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, സാവധാനം പുറത്തേക്ക് വിടാം. മനസ്സ്, ശരീരം, ചുറ്റുപാടുകൾ എല്ലാം സ്വാഭാവികമായ രീതിയിൽ നിൽക്കട്ടെ. ചുറ്റിലുമുള്ള ശബ്ദങ്ങൾ, ചിന്തകൾ, കയറി വരുന്ന ചിന്തകൾ, ശ്വാസം, ശരീരത്തിൽ അനുഭവപ്പെടുന്ന കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ബോധമുണ്ടാവാം. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. എങ്ങനെയുള്ള ചിന്തകളാണ് കടന്നു വരുന്നത്, എത്രത്തോളം ചിന്തകൾ കയറി വരുന്നു, എല്ലാം സ്വാഭാവികമായി സംഭവിക്കട്ടെ. ഒന്നിൻ്റെയും പുറകെ പോകണ്ട, ഒന്നിനെയും തടഞ്ഞു വെക്കാനും നോക്കണ്ട. എല്ലാം നമ്മുടെ ഭാഗമായി തന്നെ സംഭവിക്കട്ടെ. വീണ്ടും ദീർഘമായൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, സാവധാനം പുറത്തേക്ക് വിടാം. മനസ്സും ശരീരവും പൂർണ്ണമായും റിലാക്സ് ചെയ്തിരിക്കട്ടെ. ചുറ്റുപാടിലേക്കും ശരീരത്തിലേക്കും ശ്രദ്ധ കൊണ്ടുവരാം. മനസ്സ് ശാന്തമാക്കി വെച്ചുകൊണ്ട്, മൗനമായിരുന്നുകൊണ്ട് 2 കൈകളും നന്നായി ഉരസി ചൂടാക്കി
നമ്മുടെ കണ്ണുകളിലേക്ക് വെച്ച് നല്ലൊരു ഫീലോടെ, നല്ലൊരു ഭാവത്തോടെ, സമാധാനത്തോടെ കണ്ണുകൾ തുറക്കാം. നമസ്തേ. നമുക്കിനി ഇങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ, സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നുകൊണ്ട് തന്നെ 2 കൈകളും കോർത്ത് പിടിക്കുക. നേരെ മുകളിലേക്കൊന്ന് സ്ട്രെച്ച് ചെയ്യുക. വലിച്ച് നിവർത്തുക. നമ്മുടെ സ്പൈനൊന്ന് നിവർത്തുന്നത് പോലെ ടോപ്പിലേക്ക് വലിച്ച് സ്ട്രെച്ച് ചെയ്യാം. അതേപോലെ പതുക്കെ റൈറ്റ് സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുക. നിവർന്ന് വരിക. പതുക്കെ ലെഫ്റ്റിലേക്കൊന്ന് ബെൻഡ് ചെയ്യുക. ചെറുതായിട്ട് നിവർന്ന് വരുന്നു. കൈ പതുക്കെ റിലീസ് ചെയ്യുക. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ബാക്കിൽ പതിച്ച് വെച്ചുകൊണ്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. സ്പൈനൊന്ന് വലിച്ച് തിരിച്ചു കൊടുക്കുക ബാക്കിലേക്ക്. തല തിരിച്ച് ബാക്കിലേക്ക് നോക്കിയിട്ട് നന്നായിട്ട് ഇൻഹേൽ എക്സേൽ ചെയ്യാം. നമ്മുടെ എനർജി എല്ലാം ഒന്ന് ആക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട്. നിവർന്ന് വരുന്നു. അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. നന്നായിട്ട് ബ്രീത്ത് ചെയ്തുകൊണ്ട് നിൽക്കാം. നിവർന്ന് വരാം. ഇടത് കൈ നേരെ പതിച്ച് വെച്ചിട്ട് നേരെ സൈഡിലേക്കൊന്ന് ബെൻഡ് ചെയ്യുക. മുകളിലുള്ള റൈറ്റ് ഹാൻഡ് സ്ട്രെച്ച് ചെയ്ത് നിവർത്തി പിടിച്ചുകൊണ്ട് നിവർന്ന് വരുന്നു. റൈറ്റ് സൈഡിൽ റൈറ്റ് ഹാൻഡ് പതിച്ച് വെക്കുന്നു. ലെഫ്റ്റ് നേരെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും നിവർന്ന് വരാം. കൈകൾ റിലീസ് ചെയ്തിരിക്കാം. വീണ്ടും ഡീപ്പായിട്ട് ഇൻഹേൽ ചെയ്യുന്നു. കംപ്ലീറ്റ് ആയിട്ട് എക്സേൽ. നേരെ കാലുകൾ നീട്ടി ഒന്ന് നിവർന്നിരിക്കുക. 2 കാലുകൾ നീട്ടി വെക്കുക. ഒന്ന് കാൽപാദം മുൻപിലേക്കും ബാക്കിലേക്കും ഒന്ന് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. കൈകൾ രണ്ടും കാലിലേക്ക് പിടിച്ച് ഒന്ന് സ്ട്രെച്ച് ചെയ്തിരിക്കുക. മുൻപിലേക്ക് നോക്കിക്കൊണ്ട് ടൈറ്റായിട്ട് നന്നായിട്ട് ഇൻഹേൽ എക്സേൽ ചെയ്യുന്നു. നിവർന്ന് വരാം. ഇനി ഒന്ന് മുട്ടുകുത്തി നിൽക്കുക. വജ്രാസനത്തിലിരുന്നിട്ട് കാല് മടക്കി ഇതുപോലെ ഇരുന്നിട്ട് കാലുകൾക്ക് കുറച്ച് ഗ്യാപ്പ് ഇടുക. നമ്മുടെ ഷോൾഡർ ലെവലിൽ ഒരു ഗ്യാപ്പ് ഇടുക. 2 എൽബോയും കാലിലേക്ക് ടച്ച് ചെയ്ത് വെക്കുക. നേരെ അതിലേക്ക് നിവർന്ന് നിൽക്കുക. പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തല മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. സ്പൈൻ താഴേക്ക് വളച്ചു കൊടുക്കുക. നട്ടെല്ല് താഴേക്ക് വളച്ചു കൊടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താടി നെഞ്ചിലേക്ക് അമർത്തുക. അപ്പോൾ സ്പൈൻ നേരെ മുകളിലേക്ക് വളച്ചു കൊടുക്കുക. വീണ്ടും ഇൻഹേൽ. മാക്സിമം സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക സ്പൈൻ. എക്സേൽ. ഇൻഹേൽ. എക്സേൽ. നേരെ കാലിലേക്ക് ഇരിക്കുക. അതേപോലെ ഇരിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ മുൻപിലേക്ക് ചൈൽഡ് പോസിലേക്ക് പോവുക. ശരിക്ക് പതിഞ്ഞിരിക്കട്ടെ. നമ്മുടെ വയറൊക്കെ കാലിലേക്ക് പതിഞ്ഞിരുന്നു. നെറ്റിയുടെ ഭാഗം മാറ്റിലേക്ക് ടച്ച് ചെയ്യുക. ഈ ഒരു പോസ്റ്റിൽ നിൽക്കുമ്പോൾ നമ്മുടെ കൈകൾ മസിൽസ്, ഷോൾഡർ മസിൽസൊക്കെ അയച്ചിടുക. താഴേക്ക് ഫ്രീ ആക്കിയിട്ടിട്ട് നോർമൽ രീതിയിൽ വളരെ റിലാക്സ് ചെയ്തുകൊണ്ട് നന്നായിട്ട് ഇൻഹേൽ എക്സേൽ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് കണ്ണടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യുക. ഇൻഹേൽ. നിവർന്ന് വരുന്നു. നേരെ നിവർന്ന് വരിക. കൈ രണ്ടും നേരെ മുൻപിലേക്ക് പതിച്ച് വെക്കുക. പതുക്കെ നമ്മുടെ സ്പൈൻ താഴേക്ക് താഴ്ത്തിയിട്ട് പതുക്കെ ഭുജംഗാസനത്തിലേക്ക് പോവുക. 2 കാലുകളും നീട്ടി വെക്കുക. നീട്ടി ചേർത്ത് വെക്കുക. ഫേസ് പതുക്കെ ഉയർത്തി മുകളിലേക്ക് നോക്കുക. സ്പൈൻ ഒന്ന് പതുക്കെ വളച്ച് കൊടുത്ത് ചെസ്റ്റൊക്കെ വിടർത്തി വെച്ചുകൊണ്ട് ഇതിൽ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇൻഹേൽ എക്സേൽ ചെയ്യാം. അതിൽ നിന്ന് നേരെ നമ്മളിങ്ങനെ മുട്ടുകുത്തിയിട്ട് നേരെ ബാക്കിലേക്ക് മുകളിലേക്ക് വരിക. മൗണ്ടെയിൻ പോസിലേക്ക് വരിക. പതുക്കെ കാല് രണ്ടും പതിച്ച് വെക്കുക. മാക്സിമം ഷോൾഡർ ഉള്ളിലേക്ക് അമർത്തി വെച്ചുകൊണ്ട് ഫുൾ ബോഡി സ്ട്രെച്ച് ചെയ്തുകൊണ്ട് തല താഴേക്ക് ഇതിലൊന്ന് ഹോൾഡ് ചെയ്യാം. കണ്ണടച്ച് വെച്ചിട്ട്
ഡീപ്പായിട്ട് ഇൻഹേൽ എക്സേൽ ചെയ്തുകൊണ്ട് കുറച്ച് സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം. വീണ്ടും മുട്ട് കുത്തിയിട്ട് താഴേക്ക് വരിക. കൈ അവിടെ തന്നെ വെക്കുക. നേരെ കാലിലേക്ക് ബാക്കിലേക്ക് ഇരിക്കുക. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഫേസ് നെറ്റി താഴേക്ക് കൊണ്ടുപോയിട്ട് നോർമൽ ബ്രീത്ത് ചെയ്തുകൊണ്ട് ഇവിടെ ഹോൾഡ് ചെയ്യാം. കൈകളും ഷോൾഡറും അയച്ച് താഴേക്ക് ഇടുക, മസിൽസൊക്കെ. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പതുക്കെ നിവർന്ന് വരാം. നേരെ മാറ്റിലേക്ക് ഒന്ന് കമിഴ്ന്ന് കിടക്കുക. രണ്ട് കൈകളും ബാക്കിലേക്ക് നീട്ടി നിവർത്തി വെക്കുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഫുൾ ബോഡി ഒന്ന് ഉയർത്തുക. വിരലുകൾ ബാക്കിലേക്ക് വിടർത്തി പിടിക്കുക. ഫേസ് തല ഉയർത്തി മുന്നിലേക്ക് നോക്കുക. മാക്സിമം നമ്മുടെ തൈസിൻ്റെ ഭാഗം പൊന്തിച്ച് പിടിച്ചുകൊണ്ട് ഹോൾഡ് ചെയ്യാം. ടൈറ്റ് യുവർ ബോഡി, ഫുൾ ബോഡി. 2 3 4 5 6. പതുക്കെ റിലാക്സ് ചെയ്യുക. ചിൻ താടി തറയിൽ വെക്കുക. നമ്മൾ കമിഴ്ന്ന് കിടക്കുന്ന സമയത്ത് നമ്മുടെ ഫേസ് അടച്ച് വെക്കരുത്. നമ്മുടെ ചിൻ തറയിൽ മാറ്റിൽ വെച്ചുകൊണ്ട് റെസ്റ്റ് ചെയ്യുക. ഒരു കൈയുടെ മേലെ ഒരു കൈ വെച്ചിട്ട് ഫേസ് അതിൽ വെച്ചിട്ട് റിലാക്സ് ചെയ്യുക. കാല് രണ്ടും കുറച്ച് വിട്ട് വെക്കുക. ഇനി സാവധാനം ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ട് മലർന്ന് കിടക്കുക. ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് മലർന്ന് കിടക്കുക. നമ്മുടെ രണ്ട് കാലും മടക്കിയിട്ട് വയറിലേക്കൊന്ന് അമർത്തി പിടിച്ച് സ്പൈൻ മാറ്റിൽ പതിഞ്ഞ് നിൽക്കട്ടെ. ബട്ടക്സ് ഒരുപാട് പൊന്തി പോവാതെ ജസ്റ്റ് ഒന്ന് അമർത്തി പിടിക്കുക. കാല് താഴെ വെക്കുക. വീണ്ടും കാലെടുത്തിട്ട് ചേർത്ത് കൂട്ടി പിടിക്കുക. കൈ ഇട്ടിട്ട് ശരിക്കും ടൈറ്റ് ചെയ്ത് പിടിക്കുക. കവർ ചെയ്തിട്ട് വയറിലേക്ക് അമർത്തി വെക്കുക. എക്സേൽ ചെയ്തുകൊണ്ട് തല ഉയർത്തുക. സെർവിക്കലിന് ഇഷ്യൂ ഉള്ളവർ ചെയ്യേണ്ട കാര്യം തല ഉയർത്താതെ ചെയ്യുക കേട്ടോ. ഫേസ് മാക്സിമം കാൽമുട്ടിന് എടുത്തു കൊണ്ടുവന്നിട്ട് അവിടെ ഹോൾഡ് ചെയ്യാം. പറ്റുന്നത് പോലെ ബ്രീത്ത് ചെയ്തുകൊണ്ടൊന്ന് അവിടെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. ബ്രീത്ത് ഔട്ട്. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ കാല് താഴെ വെച്ചു. കാല് നിവർത്തി വെക്കണ്ട. മടക്കി ബട്ടക്സിനടുത്ത് തന്നെ വെക്കുന്നു. കൈ രണ്ടും സൈഡിൽ പതിച്ച് വെക്കാം. നേരെ ഇൻഹേൽ ചെയ്തുകൊണ്ട് മുകളിലേക്ക് ഉയർന്നു വരാം. ഹോൾഡ് ചെയ്യാം. മാക്സിമം ഹോൾഡ് ചെയ്യാം. സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ഹോൾഡ് ചെയ്യുക. എക്സേൽ ഡൗൺ. പതുക്കെ താഴെ വെച്ചു. ഇതേ രീതിയിൽ തന്നെ രണ്ട് കൈയും പുറത്തേക്ക് നീട്ടി വെക്കുക. ഓപ്പൺ ആക്കി വെക്കുക. കാല് രണ്ടും ചേർത്ത് മടക്കി വെച്ചു. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ റൈറ്റിലേക്ക് താഴേക്ക് കൊണ്ടുപോയി ഫ്ലോറിലേക്ക് വെച്ചു. നമ്മുടെ സ്പൈൻ തിരിഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ? ഫേസ് നേരെ മേലേക്ക്, ചെസ്റ്റ് ലെവലാണ്. താഴെ വെച്ചുകൊണ്ട് നന്നായിട്ട് ഇൻഹേൽ എക്സേൽ ചെയ്യുക. ഇൻഹേൽ ചെയ്തുകൊണ്ട് പതുക്കെ നിവർത്തി കൊണ്ടുവരിക. എക്സേൽ നേരെ താഴേക്ക് റിലീസ് ചെയ്യുക. നന്നായിട്ട് ബ്രീത്ത് ചെയ്തുകൊണ്ട് ഇതിലൊന്ന് ഹോൾഡ് ചെയ്യാം. വീണ്ടും ഇൻഹേൽ നിവർത്തി കൊണ്ടുവന്നു. രണ്ട് കാലും നീട്ടി നിവർത്തി വെക്കുക. കൈകൾ രണ്ടും ഓപ്പൺ ആക്കി വെച്ചു.
ഫുൾ ബോഡി ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. മുഴുവൻ ശരീരവും അയഞ്ഞിരിക്കട്ടെ. എല്ലാ മസിൽസും എല്ലാ ജോയിൻസും ഫ്രീ ആക്കി വെക്കാം. കണ്ണടച്ച് വെച്ചുകൊണ്ട് പരമാവധി നമ്മുടെ ശരീരം അനക്കാതെ വെക്കുക. നമ്മുടെ കൈവിരലുകൾ കാലുകളൊക്കെ അനക്കാതെ മാക്സിമം അനങ്ങാതെ കിടക്കുക. എല്ലാ ഭാഗങ്ങളും അയച്ചിട്ടുകൊണ്ട് ശരീരത്തിൻ്റെ ഭാരം മുഴുവനായിട്ടും തറയിലേക്ക് വിട്ടുകൊടുക്കാം. ചിന്തകൾ, ശരീരം, ആ ഒരു വിശ്രമാവസ്ഥ, ആ ഒരു സുഖത്തിൽ മാത്രം ശ്രദ്ധിക്കുക. നമ്മുടെ എല്ലാ മസിൽസും എല്ലാ ജോയിൻസും എല്ലാ ഭാഗങ്ങളും അയഞ്ഞിരിക്കുന്നു. മുഴുവൻ ഭാരവും തറയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് വളരെ റിലാക്സ് ആയി കിടക്കാം. റിലാക്സ് യുവർ ഹോൾ ബോഡി. നമ്മുടെ ഫേസ്, കണ്ണുകൾ, നെറ്റി, കൈവിരലുകൾ, നെഞ്ച്, വയർ, അരക്കെട്ട്, തൈ മസിൽസ്, കാൽമുട്ട്, കാൽപാദം. ശരീരം മുഴുവനായും റിലാക്സ് ചെയ്യുന്നു. റിലാക്സ് യുവർ ഹോൾ ബോഡീസ്. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്ത് സാവധാനം പുറത്തേക്ക് വിടാം. സാവധാനം വലതുവശത്തേക്ക് ചെരിഞ്ഞ് കൈ സപ്പോർട്ട് ചെയ്ത് കണ്ണ് തുറക്കാതെ എഴുന്നേറ്റിരിക്കുക. എഴുന്നേറ്റ് നിവർന്നിരിക്കുക. ചുറ്റുപാടിലേക്കും ശരീരത്തിലേക്കും ശ്രദ്ധിച്ച് രണ്ട് കൈകളും നന്നായി ഉരസി ചൂടാക്കിയിട്ട് നമ്മുടെ കണ്ണുകളിലേക്ക് വെച്ച് വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ പതുക്കെ കണ്ണുകൾ തുറക്കാം. നമസ്തേ. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്ലോയിൽ ഡയറക്റ്റായിട്ട് നാഡീശുദ്ധി പ്രാണായാമം, ഭ്രാമരി പ്രാണായാമം കൂടി ചെയ്യാം. അപ്പോൾ അത് ഇതിൽ ഉൾപ്പെടുത്താത്തത് സെപ്പറേറ്റ് നമ്മൾ തൊട്ട് മുൻപുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് രണ്ടിൻ്റെ കാർഡ് ഞാനിവിടെ കൊടുക്കാം, ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ആ കാര്യം കൂടി ഒന്ന് ചെക്ക് ചെയ്യാം നോക്കട്ടോ. ചെക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂടെ അതുകൂടി ആഡ് ചെയ്യുക. അങ്ങനെ ചെയ്തു പോവുക. അപ്പോൾ നമുക്ക് 1-2 ദിവസം നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ വീഡിയോ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ആഡ് ചെയ്യാത്തത് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീലിങ്ങിൽ എത്തുക. എന്ന് വിചാരിച്ച് നമുക്ക് അതിനു വേണ്ടി മാത്രമുള്ള കാര്യങ്ങളുമല്ല, നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരുപാട് ബെനിഫിറ്റ്സ് വേറെയും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യത്തിന് ഇത് നല്ല രീതിയിലൊരു മാറ്റം കൊണ്ടുവരാൻ സഹായിക്കും. പ്രത്യേകിച്ച് ദിവസവും പ്രാണായാമം ചെയ്യാം. അതുവഴി പതുക്കെ പതുക്കെ നമുക്ക് അതിൽ നിന്ന് നല്ലൊരു ഫീൽ കിട്ടി തുടങ്ങുക വഴി പതുക്കെ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഓക്കെ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുൻപുള്ള വീഡിയോസിൽ ചെയ്ത് വരുന്നത് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അതുകൂടാതെ യോഗ കൂടുതലായിട്ട് പഠിക്കണം, ദിവസവും പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് ഡേ വീണ്ടും കാണാം.